ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. മനുഷ്യൻ ഇങ്ങനെ വിഡ്ഢികളെ പോലെ പെരുമാറരുത്. എന്തൊക്കെ കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചതാ. എന്നിട്ട് അതൊന്നും ചെവിക്കൊള്ളാതെ രാവിലെ തന്നെ ബാറിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുക. നീ വന്നേ, നമുക്ക് മുറിയിലേക്ക് പോ. എന്നെ വിട്. എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഏട്ടന് മനസ്സിലാവത്തില്ല. എന്നെ വിട്ടേക്ക്. പോയേ പറ്റൂ. എനിക്ക് ആരെതിർത്താലും ഞാൻ പോവും. വിട്. പ്രണവൊന്ന് നിന്നേ. നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇങ്ങോട്ട് നോക്ക്. ഞാൻ നിന്റെ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ നിന്റെ ആരാണെന്ന്. എന്റെ ഏട്ടത്തി. ഏട്ടത്തി എന്ന് പറഞ്ഞാ പോരാ, ഏട്ടത്തി അമ്മ. അമ്മയുടെ സ്ഥാനമാണ് എനിക്ക്, അല്ലേ? നീ എന്നെ ഏട്ടത്തിന്ന് വിളിക്കുന്നുണ്ട്. അതിന്റെ സ്നേഹവും ബഹുമാനവും എനിക്ക് തരുന്നുമുണ്ട്. അത് ഏട്ടത്തെ അർഹിക്കുന്നുണ്ട്. പക്ഷേ ശിവാനിയോ, അവളെ കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. സ്വബോധത്തോടെ ഇരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. ശിവാനിയുടെ കാര്യം എന്തെങ്കിലും ഞാനിപ്പോ നിന്നോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എന്നെ കുറിച്ചാണ്. ഞാനും ഗൗതവും ഈ വീട് വിട്ട് പുറത്തൊരു വാടക വീട്ടിൽ പോയി ഇവിടുത്തെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാതെ സമാധാനത്തോടെ ജീവിച്ചതല്ലേ? ഞങ്ങൾ ഇവിടേക്ക് തിരിച്ചു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആരാ? പറയടാ, എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിച്ചതും അതിനുവേണ്ടി ശ്രമിച്ചതും ആരാ? അത് ഞാനാ. എന്നിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ ഇങ്ങനെ കുടിച്ച് സ്വബോധമില്ലാതെ നടക്കുന്നതാരാ? പ്രണവേ, നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഇപ്പൊ നിന്റെ ജീവിതത്തിൽ ഉണ്ടായത് നന്മയാണോ തിന്മയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരാളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ ചിലപ്പോൾ അയാൾ കുടിച്ചുപോയി എന്നൊക്കെ ഇരിക്കും. പക്ഷേ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട നീ രാവിലെ തന്നെ എഴുന്നേറ്റ് ബാറിൽ പോയി മദ്യത്തിന്റെ അടിമയാവാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഏത് ധർമ്മസങ്കടത്തിൽ മനുഷ്യൻ ചെന്നുപെട്ടാലും അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് മദ്യമല്ല. അത് മനുഷ്യന്റെ തലച്ചോറിനെ മരവിപ്പിക്കും, ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാതാക്കും, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും. അതിനേക്കാളൊക്കെ ഉപരി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള, തോൽപ്പിച്ചവരോട് പകരം വീട്ടാനുള്ള നിന്റെ വിലപ്പെട്ട സമയമല്ലേ നീ അബോധാവസ്ഥയിൽ കിടന്ന് നശിപ്പിച്ചു കളയുന്നത്? ഉറങ്ങിയിട്ടില്ല നിന്റെ ഈ ചേട്ടൻ ഇന്നലെ, അറിയോ? ദേ, ഈ നേരം വരെയും ഈ മനുഷ്യനിരുന്ന് നീ ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർക്കുകയായിരുന്നു. ഒരു ഓണം വരികയല്ലേ, ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ബോണസ് കൊടുക്കണ്ടേ, അഡ്വാൻസ് നൽകണ്ടേ? അത് നിന്റെ ടേബിളിലിരുന്ന ഫയലല്ലേ, നീ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? നീ പക്വതയുള്ള ഒരാളാണ്, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവുള്ളവനാ. ഉപദേശിച്ച് നന്നാക്കാനൊന്നും ഞാൻ ആളല്ല. നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, കുടിക്കണമെങ്കിൽ കുടിക്കാം. പക്ഷേ ബാറിൽ ചെന്ന് മൂക്കുമുട്ട കുടിച്ചിട്ട് ഓഫീസിൽ വന്ന് പൈസ വാങ്ങിക്കോ എന്ന് അവിടെ പറഞ്ഞിട്ട് ഈശ്വരമംഗലം എന്ന പേര് കൂടി നീ നശിപ്പിക്കരുത്. നിനക്ക് കുടിക്കാൻ പണം വേണമെങ്കിൽ പറയും, എത്ര വേണമെങ്കിലും ഈ ഏട്ടത്തി തരാം. ഈ കുടുംബത്തെ പക്ഷെ നാണം കെടുത്തരുത് മോനെ നീ. എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോവാതെ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോ. നീ പൊയ്ക്കോ. നിന്നെ ഞാനോ ഗൗതമോ അമ്മയോ തടയില്ല. ജീവിക്കുന്നതും നശിക്കുന്നതും ഒക്കെ സ്വന്തം തീരുമാനമാണ്. പക്ഷേ ഞങ്ങൾക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. നീയാണ് ഞങ്ങളെ ഇവിടേക്ക് തിരികെ കൊണ്ടുവന്നത്. ആ നീ ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോ പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നീ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ ആ പഴയ വാടക വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും.
അതെ, നിധി പറഞ്ഞാൽ ശരി. ആരും പറയുന്നത് കേൾക്കാതെയുള്ള നിന്റെ ഈ പോക്കിന് ഞങ്ങൾ സാക്ഷിയാവാതിരിക്കുന്ന നല്ലത്. നിധി ബാഗെല്ലാം എടുത്തു, നമ്മളിവിടെ നിന്ന് ഇറങ്ങാം ഇപ്പൊ തന്നെ. അവനവന്റെ വഴിക്ക് ജീവിക്കട്ടെ. അയ്യോ, ഒന്നുകൂടി പറയാം, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരു ഫോൺ കോളിൽ കൂടി പോലും നീ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ദാ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. നിധി, എല്ലാം എടുക്ക്, ഇനി ഒന്നും നോക്കാനില്ല. നിക്ക്, എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ ഇവന്റെ കോപ്രായങ്ങളൊക്കെ കണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ട കാര്യം എന്താ? ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. ഒരു ബാഗ് ഒരുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഞാനും വരുന്നു. ശരി. നിങ്ങൾ പോയി പാക്ക് ചെയ്യേ. അമ്മേ, അമ്മേ, ഏട്ടാ, എല്ലാരും കൂടെ എങ്ങോട്ടാ പോന്നേ? വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. കുടിയല്ലേ നിനക്ക് പ്രധാനം. ചെല്ല്, എവിടെയാണെന്ന് വെച്ചാ പോയി കുടിച്ചു കുത്തി മറിയേ. ഏട്ടത്തി അങ്ങനെ പറയല്ലേ. നിങ്ങളും കൂടെ പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ബോധമില്ലാതെ നടക്കുന്ന നിനക്കെന്തിനാടാ ഞങ്ങളെയൊക്കെ? അങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. പിന്നെ എങ്ങനെ പറയണം? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഞങ്ങൾ പോകുന്നു പറഞ്ഞാ പോവും. നീ ഒറ്റയ്ക്കാവുമ്പോ ഈ വീട് തന്നെ ഒരു ബാറാക്കി മാറ്റാലോ. അമ്മേ, ഞാൻ എന്റെ സങ്കടം കൊണ്ട് ചെയ്തു പോയതാ അമ്മേ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങളെല്ലാം എനിക്ക് വേണം. നിന്നെ എങ്ങനെ വിശ്വസിക്കും? എനിക്കൊരുറപ്പുമില്ല. ഞങ്ങള് കാണാതെ നീ ഇവിടുന്ന് ഇറങ്ങി പോവും. ഇല്ലമ്മേ, ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. ഇവിടുന്ന് എങ്ങോട്ടും ഞാൻ പോകത്തില്ല. എനിക്കൊരു ഉറപ്പുമില്ല. ഞങ്ങളിത് വിശ്വസിക്കണമെങ്കിൽ നീ അമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യും. സത്യം ചെയ്യടാ. ഇനി മേലിൽ മദ്യം കൈകൊണ്ട് തൊടില്ലെന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യേ. ഇവൻ വെറുതെ പറയുന്ന അമ്മേ. ഇനി സമയം കളയണ്ട, പോയി പെട്ടിയും ബാഗൊക്കെ എടുക്ക്. ചെല്ല്. വേണ്ട, ഞാൻ സത്യം ചെയ്തു തരാം. എങ്കിൽ സത്യം ചെയ്യും. ചെയ്യ്. സത്യമായിട്ടും ഇനി മേലിൽ ഞാൻ കുടിക്കത്തില്ല. ഇനി എന്റെ മോൻ മുറിയിലേക്ക് പൊയ്ക്കോ. ഞാൻ മോന് ഒരു കോഫി ഉണ്ടാക്കി തരാം. ചെല്ലേ. ചെല്ല് പ്രണവേ. ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആലോചിക്ക്. പുതിയ ഐഡിയകളൊക്കെ ആലോചിക്ക്. അപ്പോഴേ ഈ വിഷമമൊക്കെ മാറും. ചെല്ലു മോനെ, ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം. ഈശ്വര, ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. മോളെ, ഞാൻ അവനൊരു കോഫി ഉണ്ടാക്കി കൊടുക്കട്ടെ? അമ്മേ, ഇനി അതിനൊന്നും നിന്ന് സമയം കളയണ്ട. തൽക്കാലം കോഫി ഉണ്ടാക്കാൻ എനിക്കറിയാലോ. ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ട്. നിങ്ങൾ പോയി ജോത്സ്യരെ കണ്ടിട്ട് പോവാ. എങ്കി വാ മോളെ, നമുക്ക് പോയിട്ട് വരാം. ഇനി അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാവണം. അതിന് അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് തന്നെ വരണം. ജോത്സ്യരോട് എത്രയും അടുത്തുള്ളൊരു സമയം ഉണ്ടോ എന്ന് ചോദിക്കണം. വിവാഹത്തിന്റെ കാര്യമൊക്കെ പിന്നീട് ആലോചിച്ചാ പോരെ ഗൗതം? നോക്കുന്നിധി, ഇങ്ങനെ രണ്ട് മനസ്സുമായിട്ട് നീ അമ്മയുടെ കൂടെ പോണ്ട. അമ്മ തനിച്ചു പോയിക്കോളൂ. പൂർണ്ണ മനസ്സോടെ പ്രണവിന് ഒരു പുതിയ ജീവിതം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ മാത്രം നീ പോയാ മതി. വാ അമ്മേ, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ. വാ മോളെ.